ഒരു മാർച്ച് കടന്നു വരുമ്പോൾ അവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടാകാറുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഒരു ജലപീരങ്കിയിലേക്കോ അല്ലെങ്കിൽ ലാത്തി ചാർജിലേക്കോ എല്ലാം നീങ്ങുന്നത്. ഇന്നലെ വയനാട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. KSU യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഈ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയപ്പോൾ തന്നെ പോലീസ് തടയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു KSUവിന്റെ ഒരു നേതാവിന് പരിക്കേറ്റിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി KSU വിദ്യാഭ്യാസ ബന്ധം ആചരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഒരു വശത്ത് CBI അന്വേഷണം വേണമെന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നു. അതോടൊപ്പം ഈ മകന്റേത് ആത്മഹത്യയല്ല, മകനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. സിദ്ധാർത്ഥിനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരാണെന്നാണ് പോലീസ് പറയുന്നത്. RS കാശിനാഥൻ, സിൻജോ ജോൺസൺ, അമൽ, K അരുൺ എന്നിവരാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് കുടുംബവും ആരോപിക്കുന്നുണ്ട്. അല്ല, CBI അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് വളരെ കറക്റ്റ് ആയിരിക്കും. കാരണം എന്നാല് ഞങ്ങളെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് അതിന്റെ കാര്യങ്ങളിന്റെ അറിവും എല്ലാം അവർ പൊളിറ്റീഷ്യൻസ് കാണും. കാര്യം അവർക്ക് നല്ലവണ്ണം അറിയാം ഈ കേസ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിൽ കൂടുതൽ അവർ പൊളിറ്റീഷ്യൻസ് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിൽ ഞങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ചിലപ്പോൾ ഈ അന്വേഷണം പൂർണ്ണ തൃപ്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്വേഷണം ആ രീതിയിലോട്ട് ഞാൻ പോകുന്നില്ല. അവർക്ക് നല്ല പ്രഷർ കാണും. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റി, അല്ലെങ്കിൽ അന്വേഷണം വേറൊരു വഴിക്ക് വേറൊരാൾക്ക് കൊടുത്തു. വയനാട്ടിൽ നിന്ന് ജിൻസ് തോട്ടുംകരയും ചേരുന്നുണ്ട്. ജിൻസ്, സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നത് പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നാണ്. കാരണം പല രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാം ഉള്ള സാധ്യത പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല FIRലെ വീഴ്ചകൾ, നിയമവിദഗ്ധരും FIRലെ പോലീസിന്റെ വീഴ്ചകളടക്കം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വശത്ത് പോലീസ് ആത്മഹത്യ എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇതൊരു കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളും പറയുന്നു. പക്ഷേ ഈ FIRലെ ഈ പൊരുത്തക്കേടുകളടക്കം ഒരുപക്ഷെ കേസിന് വലിയ തിരിച്ചടിയാകാൻ, കേസ് മുന്നോട്ട് പോകുമ്പോൾ കോടതിയിലെത്തുമ്പോഴടക്കം ഈ പ്രതികൾക്ക് അനുകൂലമാകാനുള്ള സാധ്യതയാണ് നിയമവിദഗ്ധനും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ജിൻസ്? ടോം, നിലവിൽ ഈ കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യം അറസ്റ്റിലായ 6 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. ഇവരെ പിന്നീട് തെളിവെടുപ്പ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെയും ബാക്കിയുള്ള 12 പേരെയും വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ഈ പ്രതികളിൽ ചിലർ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു നീക്കം പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന 18 പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഇന്നലെ ചുമത്തിയിരുന്നു. അതേസമയം തന്നെ ഈ മരിച്ച സിദ്ധാർത്ഥിനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് 4 പേരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊല്ലം സ്വദേശിയായ RS കാശിനാഥൻ, അതുപോലെ തന്നെ സിൻഡോ ജോൺസൺ, മാനന്തവാടി സ്വദേശികളായ അമൽ, K അരുൺ എന്നിവരാണ് ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികളെ കഴിഞ്ഞ ദിവസം ഈ കോളേജിലെ ഹോസ്റ്റലിലും അതുപോലെ തന്നെ മർദ്ദനത്തിനിരയാക്കിയ കുന്നിൻ മുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ തെളിവെടുപ്പിൽ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ബാക്കിയുള്ള മുഴുവൻ പ്രതികളെയും വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് നിലവിലെ നീക്കം. എന്തായാലും പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വധശ്രമം ഉൾപ്പെടെ കൊലപാതക കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താത്തതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സമയത്ത് പോലും പ്രതികളായിരുന്നു ഈ സിദ്ധാർത്ഥിന്റെ കുരുക്കു അഴിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത്. അതേസമയം തന്നെ ഇത്തരത്തിൽ കൊലപാതകം നടക്കുകയാണെങ്കിൽ പോലും തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആരോപണം ഉയരുന്നത്. എന്തായാലും ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വെറ്റിനറി സർവകലാശാലയിൽ 5 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഈ മാസം 10 വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവുമായി ഉയരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് KSU അടക്കം MSF അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം പൂക്കോട് വെറ്റിനറി
സർവകലാശാലയിലേക്ക് നടത്തുകയും പിന്നീട് പോലീസ് ലാത്തി വീശിയാണ് പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റിയത്. പിന്നീട് ഈ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധം KSU പ്രവർത്തകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ വലിയ പ്രതിഷേധം ജില്ലയിലെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ വരുന്നത്. അതേസമയം തന്നെ ഈ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെയും ഈ സംഭവം അറിഞ്ഞ അധ്യാപകരെയും പ്രതിപ്പട്ടികയിൽ ചേർക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ഈ ഡീനിനും അതുപോലെ തന്നെ കോളേജ് ഡീനിനോടും അസിസ്റ്റന്റ് വാർഡനോടും പുതിയതായി ചുമതലയേറ്റ വൈസ് ചാൻസലർ വിശദീകരണം ചോദിച്ചിരുന്നു. 2 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് തന്നെ വിശദീകരണം നൽകണമെന്നായിരുന്നു വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് ഇവർ മറുപടി കൊടുത്തു. അതുതന്നെയാണ് തുടക്കം മുതൽ തന്നെ ഡീനിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച. ഈ അനുശോചന സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അനുശോചന സമ്മേളനത്തിൽ ഡീൻ നടത്തിയ പ്രസംഗം പോലും വലിയ വിവാദമായിട്ടുണ്ട്. അവിടെയാണ് ഈ കേസിൽ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്കാർക്ക് ഒത്താശ ചെയ്തത്, SFIക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ഡീനാണെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഈ കുടുംബത്തിന്റെ അടക്കം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡീനിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? പോലീസ് ആ വശം കൂടി പരിശോധിക്കുന്നുണ്ടോ? ഡീനിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, അദ്ദേഹത്തിന്റെ വിവരം കൂടി എടുക്കും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ അറിയാൻ കഴിഞ്ഞുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പുതിയതായി ചാർജ് എടുത്തുള്ള VC ഈ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു. ആ സമയത്ത് ഇവർ പറഞ്ഞത് വിഷയത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഈ സിദ്ധാർത്ഥിന്റെ മരണം അറിഞ്ഞത് പിന്നാലെ ഇടപെട്ടിരുന്നു. എല്ലാം നിയമപ്രകാരമായിരുന്നു. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ പോലും നേരിട്ട് ചെന്നിരുന്നു. എല്ലാ കാര്യങ്ങളും വൈസ് ചാൻസലറും അതുപോലെ തന്നെ രജിസ്ട്രാറേയും കൃത്യമായി അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം തന്നെ ഈ വിശദീകരണം തള്ളിയിരിക്കുകയാണ് VC. ഈ വിശദീകരണത്തിൽ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ ഡീനിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഡീനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഡീനിനെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യവുമാണ് നിലവിൽ ഈ SFI ഇതര സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത്. ടോം, വ്യക്തമാണ്. ജിൻസ് തോട്ടുംകരയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, നേരത്തെ സിദ്ധാർത്ഥിന്റെ കുടുംബം, സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞത് ഈ കേസിൽ വലിയ രീതിയിലുള്ള വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിലവിൽ സമരം കൂടുതൽ പ്രതിപക്ഷം ശക്തമാക്കുന്നു. സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി വേണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. നിലവില് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് SFI പ്രവർത്തകരെയും കോളേജ് വിദ്യാർത്ഥികളെയും മാത്രമാണ് പോലീസ് പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഈ ഡീൻ ഉൾപ്പെടെയുള്ളവരെ, അതോടൊപ്പം ചില അധ്യാപകരെയും ഈ പ്രതി ചേർക്കണം എന്ന ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. നേരത്തെ ഈ ഗവർണർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഒരു വശത്ത് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗവർണർ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുന്നുണ്ട്. എന്തായിരിക്കും ഈ ഡീനെതിരെ ഉണ്ടാകാൻ പോകുന്ന നടപടി? അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ? അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോളേജ് ഡീനിനെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട് വന്ന പ്രസ്താവനകൾ നമുക്കറിയാം. ഡീൻ ആ കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് അവരെല്ലാവരും ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മന്ത്രി ചിഞ്ചു റാണി മാത്രമാണ് വ്യത്യസ്തമായ നിലപാട് ആ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചതും. എന്തായാലും ശക്തമായ പ്രതിഷേധം ആ നടപടിക്കെതിരെ ഉണ്ടാകുന്നു. സെക്യൂരിറ്റി ജീവനക്കാരന്റെ ജോലിയല്ല ഞാൻ ചെയ്യുന്നത് എന്ന് ഡീൻ നടത്തിയ പ്രസ്താവനയാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. അത് പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ ഒരു വിഷയത്തെ സജീവമാക്കി സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് KSUവും ABVPയും അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ പ്രതിഷേധം സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ഉണ്ടാകും. ഇന്ന് KSU ആണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയെങ്കിൽ നാളെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് സംഘടനകളും പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തും. അതായത് ഈ വിഷയത്തെ സജീവമാക്കി തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം
പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സർക്കാർ തീർച്ചയായും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും ഇതുവരെയും നടത്തിയിട്ടില്ല. അദ്ദേഹം മൗനം വെടിയണം, അദ്ദേഹത്തിന് പ്രതികൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് മൗനം തുടരുന്നത് എന്ന ആക്ഷേപമാണ് ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുമ്പോട്ട് വെച്ചത്. മുഖ്യമന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ പോകാനോ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്തതിനെതിരെയും പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടോം, ഡാൻ കുര്യനും ജിൻസുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള സമര പരമ്പരകൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വശത്ത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ KSU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു. മറുവശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിൽ കോതമംഗലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. കോതമംഗലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉപവാസ സമരം തുടരുകയാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.